അവന്മാര് ചെയ്യുന്ന പണി ഒന്നും പറയണം സാറേ, നമ്മൾ ഉദ്ദേശിക്കുന്നവരല്ല. ഞാൻ എന്റെ നേരി പല അംഗങ്ങളിൽ കാണുന്നുണ്ട്. ഒരു 12 ആയപ്പോഴേ ഞാനൊരു റോഡെ നടന്നു പോകും. അപ്പൊ അടുത്തൊരു മരമുണ്ട്. അവിടെ ഈ അച്ഛനെ മനസ്സിൽ കിടത്തി എണ്ണ തേപ്പിക്കുക. കന്യാകുമാരികള് എന്റെ ഇടവകയൊക്കെ തന്നെയാണ്. കാരണം ഞാൻ നേരിട്ട് കണ്ടതാ. ഞാൻ ഓർക്ക് ദൈവത്തിൽ തന്നെ ഈ കാണിക്കുന്നത് ഇങ്ങനെ തുറന്നിട്ടേക്കുന്ന ഓർത്ത് ഇങ്ങനെ എത്തി നോക്കുമ്പോൾ കപ്പം നട്ടിരിക്കുക. അപ്പൊ അതിന്റെ ഇടവഴി എനിക്ക് കാണാം ഈ സംഭവം. ഈ 12 മണി കഴിഞ്ഞാൽ പിന്നെ അതിൽ ആരും നടക്കാറില്ല. ഞാനിങ്ങനെ നടന്ന് അതിന് വേറൊരു റോഡിലോട്ട് കയറിപ്പോണം. എനിക്ക് എളുപ്പമുണ്ട്. എന്റെ വീട്ടിലോട്ട് കയറിപ്പോയാൽ എളുപ്പമാണ്. ഒരു 5-6 പേരുണ്ട്. കൈ തൂക്കുന്നു, കാല് തൂക്കുന്നു, ബാക്കിയുള്ളവരും നോക്കി നിൽക്കുന്നു. അതായത് ഒരു 4 പേര് തിരുമുന്നു, ബാക്കി 2 പേര് നോക്കി നിൽക്കുന്നു. ഇതിന് പറഞ്ഞു കൊടുക്കുവാന്നാ എനിക്ക് തോന്നുന്നത്. അതൊക്കെ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് ഞാൻ അവിടെ നിന്നില്ല. ഈ വേറെ എല്ലാവരും അവിടെ നിൽക്കൊണ്ട് ഇവരെ എല്ലാവരെയും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ അടിച്ചു കൊണ്ടിട്ട് അവിടെ ഇടും. പിന്നെ ആരും നമ്മളെ മറ്റായി കാണാതെ എന്തെങ്കിലും പറഞ്ഞു പിടിപ്പിച്ചാൽ അത്രേ ഉള്ളൂ. പള്ളിക്കാർ പറയുന്നത് നാട്ടുകാർ കേൾക്കുള്ളൂ. നിമ്മസഞ്ചാറെന്ന് പറഞ്ഞ് സാറ് ശരിയാ, മോതിരം മുത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവരുടെയൊക്കെ മോതിരം എന്നതിനും മുത്തുന്നു. ഞാനിങ്ങനെ പലരോടും ചോദിച്ചിട്ടുണ്ട്, എന്നതിനും ഇങ്ങനെ മുത്തുന്നു, എന്നെ ആവശ്യത്തിന് മുത്തുന്നു. ഇമാരുടെ ലോകം മുത്തിപ്പിടിക്കുന്നു. ഇമാരെ ഒരു വിശ്വാസ അമ്പൂരി സുനിയാളുടെ നാട്ടാണെന്നും പറഞ്ഞ് കൊണ്ടുവരിക. അതൊക്കെ ഉണ്ടോ സാറേ? നാക്കൊക്കെ ഒരു മനുഷ്യൻ അഴിപ്പോയ പോയില്ലേ, പിന്നെ അങ്ങനെ ഈ നാക്ക് വരുന്നേ? ഇതൊക്കെ കൊണ്ട് ലോകം മുഴുവനും എന്നിട്ട് പിന്നെ നേരത്തെ കുട്ടി വെച്ചേക്കാം കൊണ്ടിട്ടോളൂ. അതിന് വിശ്വാസികൾ കൊണ്ടിടുന്നത് എത്രയാണെന്ന് പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ സാറേ ഇവിടെ നടക്കുന്നത് എന്നെ ഒരു മാതാവ് പ്രതീക്ഷപ്പെട്ടെന്നും പറഞ്ഞ എന്നെ ആലപ്പുഴയില് സാറേ ഞാൻ പോയത് അവിടെ ഞാൻ പോയി കണ്ടതാണ്. അവിടെ ഒരു 12 പറഞ്ഞു ഒരു ബാത്റൂം അവിടെ ഉള്ളത്. അത് ശരിയാണ്, അവര് പറഞ്ഞത് ശരിയാണ്. നാറ്റം കൊണ്ട് അവിടെ നിൽക്കത്തില്ല. അവിടെയൊക്കെ നിങ്ങൾ എങ്ങനെ മാതാവ് പ്രതീക്ഷപ്പെടുമെന്ന് പറ. ലോകത്ത് മാതാവ് ഇങ്ങനെ അടുപ്പിച്ച് പ്രതീക്ഷപ്പെട്ടാൽ മതിയല്ലോ. അവിടെ നടക്കുന്ന തോന്നിവാസം മൊത്തം തോന്നിവാസമാണ്. എന്നോട് അവിടെ ഞാൻ ചെന്നോ അവിടെ ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനിത് അവിടെ ഒരു പെണ്ണാണ്. ഞാൻ ആ പെണ്ണോട് ദേഷ്യപ്പെട്ടു. ഞാൻ ചോദിച്ചു, നിങ്ങളിവിടെ അവര് അതിൻ്റെ അകത്ത് ജോലിക്കാരെല്ലാം കൂടെ ഇരുന്നുകൊണ്ട് സംസാരമാണ്. അത് വെളിയിൽ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഇടിച്ചു നിൽക്കുക. ഏതാണ്ട് സാധനം കിട്ടുമെന്ന് പറഞ്ഞു. ഇവരെയൊക്കെ ചുമ്മാ പരതി അവർ വെളിവിട്ട് ദൂരക്കളാണ്. അതൊക്കെയാ ചെയ്യേണ്ടത്. പക്ഷേ അവർക്ക് ഒരുപാടുപ്പെട്ടവർക്കെല്ലാം ഇപ്പൊ ഇതിന്റെ കാര്യങ്ങള് പഴയ കാലത്ത് ഈ പോരാളിമാരെ കണ്ടാൽ നമ്മൾ മുട്ടും കുത്തി നിന്ന് നമ്മൾ ഈറ്റം വിചാരിക്കും പുതിയായിരിക്കട്ടെ എന്ന് പറയായിരുന്നു. എന്റെ അമ്മയൊക്കെ പള്ളിയിൽ പോകുന്ന സമയത്ത് ഇവന്മാര് നടന്നു വരുവാണ്. അന്നേരം മുട്ടുകുത്തി നിലത്തെങ്കിൽ നിലത്ത് മുറ്റം കല്ല് വരെ കൊടുക്കുന്നുണ്ട് എന്റെ മുട്ടകൾ. അന്നും നമുക്ക് ഇതൊന്നും അറിയിപ്പില്ലായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഒരു അച്ഛനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി എന്നോട് വളരെ സ്നേഹമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് പുള്ളിയുടെ ഈ പേപ്പർക്കാർ ഓൺ ചെയ്ത് വിട്ട് കഴിയുമ്പോൾ അതിനകത്ത് ഈ കാസറ്റ് വലിച്ചു കഴിയുമ്പോൾ പറന്ന് വീഴുവരെ ഇത് പറഞ്ഞാൽ പുള്ളി പെട്ടെന്ന് പറഞ്ഞാൽ എന്നെ നിർത്തണം, പെട്ടെന്ന് ഞാൻ പോകണം. ഞാൻ ഓർത്തിട്ട് പുള്ളി ഇത്രയും നേരം പറഞ്ഞിരിക്കുക പരസ്പരത്തിൽ വിളിച്ചു നോക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ പുറകോട്ട് തിരിഞ്ഞു കഴിയുമ്പോൾ ഒരു പെണ്ണ് ചുകാർ നോക്കിയിട്ട് വന്ന് നിൽക്കുക വാദത്തില്. അവിടെ എന്റെ ചെരുപ്പ് ആ വെളിയിലിട്ടു. ഈ പെണ്ണ് ചെരുപ്പ് തൊണ്ട് കയറിക്കോളാൻ പറഞ്ഞു. അമ്മ നമുക്ക് ചേട്ടാ എന്നാ നമുക്ക് പിന്നെ കാണാൻ കേട്ടോ, അവരുമായിട്ട് തിരിച്ച് സംസാരിച്ചേട്ടേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ പറയാൻ വന്ന കാര്യം ഞാൻ മുഴിപ്പിച്ചില്ല, ഞാൻ പോകുമെന്ന് പറഞ്ഞു. അപ്പം അവർ ചെരുപ്പ് വിട്ടുകൊണ്ട് കിടക്കാത്ത കയറി. എന്നിട്ട് ഞാൻ കുറെ അപ്പം ഇന്ന് മാറി ഇന്ന് എത്തി നോക്കി ഇത് എന്നാ സംഭവം നോക്കിയപ്പോ കയറി കഥ നടത്തി. അവിടെ എന്നാ നടക്കുന്നത് ഇല്ലാതെ പണിയില്ല. ഇത് നമുക്കും പറയാൻ പറ്റിയോ സാറേ? ഞാൻ ഇപ്പം ആവശ്യമില്ലാതെ പള്ളിയിൽ പോക്കേ ഇല്ല, ഞാൻ നിർത്തി. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എല്ലാ ആഴ്ചയിലും ഇമാര് കാണിക്കുന്ന കോലങ്ങളുടെ ഇമാരി അരിപ്പിച്ചിട്ട് ഈ സാധനം എടുത്ത് കൊടുക്കുന്നേ. പിന്നെ ഈ ഓസ്റ്റി ഉണ്ടാക്കുന്ന സാധനം എങ്ങനെയാണ് അത് ഞാൻ കണ്ടുപിടിച്ചു. ഈ മർദ്ദന്മാരുടെ ഇത് ഇങ്ങനെ ചപ്പാത്തി വരുന്ന പോലെ വഴറ്റി കല്ലേൽ ഒഴിച്ച് അതും എന്നോട് അവിടെ ഉണ്ടായിരുന്ന പെണ്ണുങ്ങൾ എന്നോട് പറഞ്ഞു ഇങ്ങനെയൊക്കെയാ ചേട്ടാ അവിടുത്തെ പരിപാടി പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ചങ്ങനാശ്ശേരി പിതാവിന്റെ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു. അവന് വയറുന്ന പിതാവിന്റെ കൈ മുത്തുന്നു, പിതാവിന്റെ സാധനം എടുത്ത് വെച്ച് മുത്തുന്നു. അവന് വെറുതെ ഒഴിച്ചു. അവന്റെ മക്കളെല്ലാം തല്ലി കഴിഞ്ഞ് നാലാം വർഷമായി ഒരുത്തൻ ജൽദി പോയി കട്ടു. അവനുള്ളേ കിടക്കുവോ.
അപ്പൊ ഇതിന് ആ പുള്ളിക്ക് ഭയങ്കര പവർ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഇങ്ങനെ ആവുമോ സാറേ? ഡ്രൈവർ ഇങ്ങനെ ആവുമോ? അപ്പൊ ഇതിനകത്തൊന്നും ഒരു കാര്യമില്ലെന്ന് നമുക്ക് ഉറപ്പായില്ലേ?